നമ്മുടെ പണത്തിനും സ്വർണത്തിനും 100% മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ്. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊടുവായൂർ റോഡ്, കുഴൽമന്നം, പാലക്കാട്. നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. എല്ലാ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും ആധുനിക സൗകര്യങ്ങളോടെ നവീകരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇതിനായി പദ്ധതികൾ തയ്യാറായതായും വൈദ്യുതി മന്ത്രി പറഞ്ഞു. റീവാമ്പിംഗ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് എക്കോസിസ്റ്റം ഇൻ കേരള എന്ന വിഷയത്തിൽ KSEB റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച പുതുപ്പാടി, കൊയിലാണ്ടി, കണ്ടശൻകടവ്, വടക്കാഞ്ചേരി, കുറ്റിക്കാട്ടൂർ എന്നീ ചാർജിംഗ് സ്റ്റേഷനുകൾ പുത്തൻ സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന പരാതി ഉയർന്നിരുന്നു. ഇവ ഉൾപ്പെടെ ആധുനീകരിക്കും. റിഫ്രഷ് ആൻഡ് റീചാർജ് എന്ന പേരിൽ ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ 4 വാഹനങ്ങൾക്ക് ഒരേ സമയം ചാർജ് ചെയ്യാനാവും. ഉപഭോക്താക്കൾക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്ന തരത്തിൽ കഫറ്റേരിയ, ശുചിമുറി, വൈഫൈ സംവിധാനം എന്നിവയും ചാർജിംഗ് സ്റ്റേഷനിൽ ഒരുക്കും. സംസ്ഥാനത്താകെ ചാർജിംഗ് സ്റ്റേഷനുകളുടെ ശൃംഖല സ്ഥാപിക്കാൻ KSEBക്കും അനേർട്ടിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പരാതികൾ സത്വരമായി പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്ന കാര്യത്തിലും ശ്രദ്ധ ഊന്നേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KSEB കേരളത്തിലുടനീളം സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ സമഗ്രമായ നവീകരണം ലക്ഷ്യമിട്ട് രൂപം നൽകിയ EV ആക്സിലേറ്റർ സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. KSEB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ആമുഖ പ്രഭാഷണം നടത്തി. സ്മാർട്ട് ആപ്പ് ഫ്രീ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഒരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.